ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് പി സി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള, പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. വാഗൺ ട്രാജഡി എന്നായിരുന്നു? വാഗൺ ട്രാജഡി 1921 അല്ലേ? വാഗൺ ട്രാജഡി 1921 ഇനി എന്താണ് കയ്യൂർ ലഹള എന്നാണ്? കയ്യൂർ ലഹള എന്ന് പറയുന്നത് 41 അല്ലേ? 1941 കയ്യൂർ ലഹള. പിന്നെ പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം എന്ന് പറഞ്ഞാൽ 46-47 കാലഘട്ടത്തിൽ അല്ലേ? 46-47 അല്ലെ? 46-47 കാലഘട്ടത്തിലാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. പിന്നെ തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം 1949 അല്ലേ? 1949. അപ്പോൾ 1921 വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള 1941, പുന്നപ്ര വയലാർ സമരം 1946-47, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം എന്ന് പറയുന്നത് 1949. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക. ഇവയിൽ ലിസ്റ്റ് 1 വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2 നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണല്ലേ? ഓപ്ഷൻ ഡി. റാണി ലക്ഷ്മിബായി എവിടെയായിരുന്നു? റാണി ലക്ഷ്മിബായി ഝാൻസിയിലാണ് അല്ലേ? റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന ആരാണ്? ഝാൻസി റാണിയാണ് അല്ലേ? അപ്പം ഝാൻസിയിലായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അടുത്ത നാനാ സാഹിബ്. നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂർ ആണ് അല്ലേ? നാനാ സാഹിബ് കാൺപൂരാണ്. കൺവർ സിംഗ് എവിടെയാണ്? കൺവർ സിംഗ് ആരയിലാണ് അല്ലേ? കൺവർ സിംഗ് ആരയിലാണ്. ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ ഡൽഹിയിലാണ്. ഓക്കെ, റാണി ലക്ഷ്മിബായി ഝാൻസിയില്, നാനാ സാഹിബ് കാൺപൂരില്, കൺവർ സിംഗ് ആരയില്, ഡൽഹിയിലാണ് ആരെന്ന് പറയുന്നത്? ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരമാണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി. ഏതാണ്? ഒന്ന് മാത്രം. നിസ്സഹകരണ സമരമാണല്ലേ നിർത്തിവെച്ചത്? നിസ്സഹകരണ സമരമാണ് നിർത്തിവെച്ചത്. താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിന്റെ നവതി അല്ലെങ്കിൽ 90 വർഷമാണ് 2021 എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹത്തിനാണ് അല്ലേ? 1931 ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ 21 2021 എത്ര വർഷമായി? 90 വർഷമായി അല്ലേ? നവതി ആഘോഷിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. രാജാറാം മോഹൻ റോയെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ശരിയാണല്ലേ? ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. തുഹ്ഫത്തുൽ മുവാഹിദീൻ. തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന പുസ്തകം അദ്ദേഹത്തിനാണ്. അതും ശരിയാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. അതും ശരിയാണ് അല്ലേ? 1833 അദ്ദേഹം മരിച്ചത് കേട്ടോ. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി എന്നാണ് പറയുന്നത്. അത് 3 ശരിയാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനമാണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലേ? പാരീസ് സമ്മേളനം എന്ന് പറയുന്നത്. യാൾട്ട സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പോസ്ഡാം സമ്മേളനം, ഇതെല്ലാം എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളാണ്. പാരീസ് സമ്മേളനം എന്ന് പറയുന്നത് ബന്ധമില്ല. താഴെ പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ഉണ്ട്. സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ഇതെല്ലാം എന്താണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവയാണ്. സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അടുത്തത്, 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1 കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു? 1921 നടന്ന ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1 കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടി പ്രകാശമായിരുന്നു അല്ലെ? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമായിരുന്നു 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1 കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. താഴെ നൽകിയിരിക്കുന്നവർ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാരെല്ലാം? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാരെല്ലാം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. 1, 2, 4. എൻ വി ജോസഫ് ഉണ്ട്, സി കേശവൻ ഉണ്ട്, ടി എം വർഗീസ് ഉണ്ട്. എൻ വി ജോസഫ്, സി കേശവൻ, ടി എം വർഗീസ്, ഇവർ 3 പേര് എന്താണ്? നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ്. 1, 3. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു, പുലയർ എന്ന കവിത എഴുതി. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു, പുലയർ എന്ന കവിത എഴുതി.
ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ശ്രീലങ്ക എന്ന് പറയുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്ന് പറയുന്നത് ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ഓക്കെ, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്ന് പറയുന്നത് ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി എന്ന് പറയുന്നത്. 1, 2, 3. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണല്ലേ? കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ശരിയാണല്ലേ? കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതും ശരിയാണല്ലേ? കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കാം. ഇവിടെ ശരിയായത് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ബിയും സിയും ഡിയും. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. വൈക്കം സത്യാഗ്രഹം 28 അല്ല അല്ലെ? 1924 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. 2, 3, 4. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഇത് 3 ശരിയാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി 1783 പാരീസ് ഉടമ്പടിയാണ്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായതാണ് 1783 പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നതിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി ഏഷ്യയിൽ നിന്നാണ്. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ ഏഷ്യ എന്ന വൻകരയിൽ നിന്നാണ്. അടുത്തത് 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 10 ആണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഗ്രന്ഥശാല പ്രവർത്തനമായ PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴയിലാണ്. PN പണിക്കരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായികനുമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ഹോക്കി എന്ന് പറയുന്നത്. കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായികനുമാണ് ഹോക്കി. 1932 നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തതാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്ന് പറയുന്നത് സേതുവിന്റെ കൃതികളാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്ന് പറയുന്നത് സേതുവിന്റെ കൃതികളാണ്. ഇന്ത്യ ദേശീയ ബഹിരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഇതെന്ന് പറയുന്നത്? ഓഗസ്റ്റ് 23 അല്ലെ? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്തത് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. 3 മാത്രം ഉൾപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇതെന്ന് പറയുന്നത്. ലാഹോർ സമ്മേളനം അല്ലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദിക്കുന്നത്. മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകാണ്. ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത് മിതവാദി നേതാക്കളിലല്ലായിരുന്നു അല്ലെ. അദ്ദേഹം തീവ്രവാദി നേതാക്കളിൽ ഉൾപ്പെട്ടവരായിരുന്നു. അടുത്തത്, കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ. കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അയ്യപ്പൻ എന്നാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരെന്ന് പറയുന്നത്. ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാബർ അല്ലെ. TH ബാബർ ആണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയത് TH ബേബർ അഥവാ തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഇതിന് ഉത്തരപ്രകാരം ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. AJ ദേശായി ആണ്. അദ്ദേഹം മാറിയപ്പോൾ നിലവിൽ ആരാണ്? നിതിൻ മധുകർ ജംദാർ ആണ് അല്ലെ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിതിൻ മധുകർ ജംദാർ ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഓപ്ഷൻ സി, തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് VP മേനോൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്. ഓപ്ഷൻ എ, പോണ്ടിച്ചേരി അല്ലെ. ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശമാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നതിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യരായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളിച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. 1741 കുളിച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം എന്താണ്? ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ശരിയാണ്. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാ പ്രകാരം ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലഗണനാ പ്രകാരം ക്രമീകരിക്കാൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 2, 1, 4, 3. ചാന്നാർ ലഹള എന്നായിരുന്നു നടന്നത്? ചാന്നാർ ലഹള എന്ന് പറയുന്നത് 1813 അല്ലെ. 1813 ചാന്നാർ ലഹള. അതാണ് ആദ്യം. അതിനുശേഷം എന്താണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924 വൈക്കം സത്യാഗ്രഹം. അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം 1936 അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം 1936. പാളയം സത്യാഗ്രഹം എന്നാണ്? 1947-48 സമയത്ത് അല്ലെ. 1947-48 സമയത്തായിരുന്നു പാളയം സത്യാഗ്രഹം. അപ്പം ആദ്യം ചാന്നാർ ലഹള 1813, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം 1924, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം 1936, ദെൻ പാളയം സത്യാഗ്രഹം 1947. ഓക്കെ, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന് ഔധ എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ സി, ഡൽഹൌസി അല്ലെ. ഡൽഹൌസിയാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന് ഔധിനെ വിശേഷിപ്പിച്ചത്. ഡൽഹൌസി. അടുത്തത്, താഴെ പറയുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? മിതവാദികൾ എന്ന
വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവാണ് ആരെന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ബാക്കി ബിപിൻ ചന്ദ്രപാല, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ഇവരിൽ ലാൽ പാൽ കൂട്ടുകെട്ട് അല്ലെ, അവരെന്ന് പറയുന്നത് എന്താണ് തീവ്ര ദേശീയവാദികളായിരുന്നു അല്ലെ, തീവ്രവാദികളിൽ പെടുന്നവരായിരുന്നു. മിതവാദിയിൽ പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം ഏതായിരുന്നു? ഓപ്ഷൻ സി ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറയുന്നതാണ്. ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറയുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബാർബറോസ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRBയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കൊൽക്കത്ത അല്ലെ. കൊൽക്കത്ത എന്നാണ് 2023 NCRBയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കൊൽക്കത്ത. അടുത്തത്, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്റർനാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അല്ലമൈൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ആരാണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അല്ലമൈൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. അടുത്തത്, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചല്ല നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന ഔദിനെ വിശേഷിപ്പിച്ചത് ആരാണെന്നായിരുന്നു ചോദിച്ചത്. ഉത്തരം ഡൽഹൌസിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ച ഏത് പ്രദേശത്തെ ആണ് അല്ലെ. ആ ക്വസ്റ്റ്യൻ നേരെ ഇവിടെ ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ഔദാണ്. ഉത്തരം എന്ന് പറയുന്നത് ഔദാണ്. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിലെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 3 മാത്രം ഉൾപ്പെട്ടിട്ടില്ല. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. അത് 3 ശരിയാണ് അല്ലേ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. അടുത്തത്, 1921 താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണെന്നാണ് ചോദിക്കുന്നത്. 1921 ഏതാണ്? ഓപ്ഷൻ എ വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി. അടുത്തത്, താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. 1, 2, 3. കുടിയരശ EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗ, ഗുലാംഗിരി എന്ന് പറയുന്ന ജ്യോതിറാവ് ഫുലെ. ഇത് 3 ശരിയാണ്. സമ്പാദ കൗമുദി ആരുടെയാണ്? സമ്പാദ കൗമുദി രാജാറാം മോഹൻ റോയുടെയാണ് അല്ലേ. ഓക്കെ. കുടിയരശ EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഓക്കെ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല സമരം നടത്തിയ നേതാവാണ് ഓപ്ഷൻ സി താന്തിയ തോപ്പി. താന്തിയ തോപ്പിയാണ് 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെ 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല സമരം നടത്തിയ നേതാവ്. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന് ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി പട്ടണമാണ്. പട്ടണം. ഇത് എസ്സേർട്ടിക് ഫാക്റ്റ് ആണ്. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന് ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് പട്ടണം. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര അല്ലെ. ആന്ധ്രയാണ് ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ജനീവയിലാണ് അല്ലെ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയിലാണ്. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ് വർഷം? 1917. ഖേദ സത്യാഗ്രഹം 1918. നിസ്സഹകരണ പ്രസ്ഥാനം 1920. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് 1930 അല്ലെ. ഓക്കെ. അടുത്തത്, 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി.
പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ എ 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിലാണ് അല്ലെ? ശരിയാണ്. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ. നീലദർപ്പൺ ആരുടെയാണ്? ദീനബന്ധു മിത്രയുടെയാണ്. അതും എന്താണ്? ബംഗാളി ഭാഷയിലാണ്. നീലദർപ്പൺ ദീനബന്ധുമിത്ര ബംഗാളി ഭാഷയിൽ. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാള്. നീലദർപ്പൺ ദീനബന്ധുമിത്ര ബംഗാള്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി മുസോളിനിയുടെ വാക്കുകളാണ് അല്ലെ? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പറഞ്ഞത് മുസോളിനി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ എ പതിറ്റുപ്പത്ത് എന്ന് പറയുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപ്പത്ത്. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലീയ ചരിതമാണ്. ഏതാണ്? ഓപ്ഷൻ ബി മൂഷകവംശ കാവ്യം എന്ന് പറയുന്നത്. മൂഷകവംശ മഹാകാവ്യമാണ്. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലീയ ചരിതമാണെന്ന് പറയുന്നത് മൂഷകവംശ കാവ്യമാണ്. അടുത്തത്, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. പരസ്പര ബന്ധമില്ലാത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ്. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ 1946 എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. സവർണജാഥ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണോ? അല്ല അല്ലെ. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. മന്നത്ത് പത്മനാഭൻ, അത് ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാള് ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവാണ് അല്ലെ? തിരുവിതാംകൂർ രാജാവാണ് അല്ലെ? അപ്പൊ അതാണ് അവിടെയും തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ 1946, സവർണജാഥ അല്ലെ 1924, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ്. 1924 സവർണജാഥ വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം 1936, ശ്രീ ചിത്ര തിരുനാള് എന്താണ്? തിരുവിതാംകൂർ മഹാരാജാവാണ് അല്ലെ? ഏതാ വർഷം? 1936. ഓക്കെ. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജനായിരുന്നു ആരെന്ന് പറയുന്നത്? ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് അല്ലെ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള രാജവംശനായിരുന്നു ആരെന്ന് പറയുന്നത്? ബഹദൂർ ഷാ രണ്ടാമൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? ദാദാബായ് നവറോജി അല്ലെ? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാബായ് നവറോജി. അടുത്തത്, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയതാരാണ്? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം കൊടുത്തത് ജെയിംസ് മാഡിസൺ ആയിരുന്നു. എസ് ആർട്ടിഫാക്റ്റ് ആണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? റഷ്യയുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് റഷ്യയുമായി ബന്ധപ്പെട്ടതാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഹരിയാന സ്വദേശിയാണ് അല്ലെ? ഹരിയാന സ്വദേശിയാണെന്നാണ് പറയുന്നത്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര എന്ന് പറയുന്നത് ഹരിയാന സ്വദേശിയാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു? WC ബാനർജി അല്ലെ? ഓപ്ഷൻ ബി WC ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷൻ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏതാണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലമാണ് ധാക്ക. ധാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു അല്ലെ? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ആണ് 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി എന്ന് പറയുന്നത്. അടുത്തത്, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് ഓപ്ഷൻ സി 1ഉം 3ഉം. ബാലഗംഗാധര തിലകും ലാല ലജ്പത് റായ്.
ദാദാഭായ് നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ഒക്കെ എന്താണ് അവരെന്ന് പറയുന്നത് മിതവാദി നേതാക്കളിൽ ഉൾപ്പെട്ടവരായിരുന്നു. ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായും അല്ലെ ബിപിൻ ചന്ദ്ര ലാൽ പാൽ കൂട്ടുകെട്ട് എന്നല്ല പറയുന്നത്. അവരെന്ന് പറയുന്നത് തീവ്രദേശീയവാദികളായിരുന്നു. ഇനി ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നതൊക്കെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെട്ടവരാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന നവംബർ 26 ഓക്കെ, നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക്